കേരള രാഷ്ട്രീയത്തിലെ യുവ നേതൃത്വങ്ങളിൽ ശ്രദ്ധേയനായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ചു കാലങ്ങൾ കടുത്ത നിയമ പോരാട്ടത്തിന്റേതായിരുന്നു. വ്യക്തിപരമായ ആരോപണങ്ങളും ബലാത്സംഗ കേസുകളും രാഷ്ട്രീയ എതിരാളികളുടെ കടുത്ത വിമർശനങ്ങളും ഒരേ സമയം നേരിടേണ്ടി വന്ന രാഹുലിന് ഹൈക്കോടതിയുടെ ഏറ്റവും പുതിയ വിധി വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. അദ്ദേഹത്തിനെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ട ആദ്യ ബലാത്സംഗ കേസിലും മുൻകൂർ ജാമ്യം അനുവദിക്കപ്പെട്ടതോടെ 3 പ്രധാന കേസുകളിലും നിയമപരമായി സുരക്ഷിതത്വം നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഗൗരവകരമായിരുന്നു. വിവാഹിതയായ ഒരു യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ആദ്യ ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്തത്. യുവതിയെ മാനസികമായി തളർത്തി ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്നായിരുന്നു പ്രധാന ആരോപണം. പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ച വാദങ്ങൾ പ്രകാരം പ്രതി തന്റെ രാഷ്ട്രീയ സ്വാധീനവും അധികാരവും ഉപയോഗിച്ച് യുവതിയെ കീഴ്പ്പെടുത്തുകയായിരുന്നു. സമാനമായ രീതിയിൽ മറ്റ് പല പെൺകുട്ടികളെയും ഇയാൾ പീഡിപ്പിച്ചിട്ടുണ്ടെന്നും അതിനാൽ മുൻകൂർ ജാമ്യം നൽകുന്നത് തെളിവുകൾ നശിപ്പിക്കാൻ ഇടയാക്കുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. പരാതിക്കാരിയുടെ വാദങ്ങളും കോടതി വളരെ ഗൗരവത്തോടെയാണ് കേട്ടത്. ജാമ്യം അനുവദിക്കുന്നത് തന്റെ ജീവന് ഭീഷണിയാണെന്നും പ്രതിയിൽ നിന്ന് തനിക്ക് അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അവർ കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ ഇത്തരം വൈകാരികമായ വാദങ്ങൾക്കപ്പുറം ലഭ്യമായ തെളിവുകളെയും വസ്തുതകളെയും വിശകലനം ചെയ്യാനാണ് കോടതി ശ്രമിച്ചത്. ഹൈക്കോടതി ജസ്റ്റിസ് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് നടത്തിയ നിരീക്ഷണങ്ങൾ ശ്രദ്ധേയമാണ്. കേവലമായി ലൈംഗിക ആരോപണങ്ങൾക്കപ്പുറം അത് ബലാത്സംഗത്തിന്റെ പരിധിയിൽ വരുമോ എന്നതായിരുന്നു കോടതി പ്രധാനമായും പരിശോധിച്ചത്. പരാതിക്കാരിയുടെ മൊഴികൾ പരിശോധിക്കുമ്പോൾ അത് ബലാത്സംഗമായി കണക്കാക്കാൻ കഴിയില്ലെന്ന് കോടതി വിലയിരുത്തി. പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമാണോ അതോ ബലാത്കാരമാണോ എന്ന കാര്യത്തിൽ പ്രഥമ ദൃഷ്ട്യാ തെളിവുകളുടെ അഭാവം കോടതി ചൂണ്ടിക്കാട്ടി. വിവാഹിതയായ ഒരു സ്ത്രീ മറ്റൊരു പുരുഷനുമായി ബന്ധം സ്ഥാപിക്കുന്നത് നിയമപരമായി കുറ്റകരമല്ലെന്നും അത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണെന്നും കോടതി നിരീക്ഷിച്ചു. ധാർമ്മികമായ വശങ്ങൾ കോടതിയുടെ പരിഗണനയിലില്ലെന്നും നിയമപരമായ സാധുതയാണ് പ്രധാനമെന്നും ജസ്റ്റിസ് വ്യക്തമാക്കി. നഗ്ന ദൃശ്യങ്ങൾ കൈവശം വെച്ചതായുള്ള ആരോപണവും ഗൗരവകരമാണ്. അത്തരം തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയാണെങ്കിൽ IT ആക്ട് പ്രകാരമുള്ള കൂടുതൽ വകുപ്പുകൾ ചേർക്കുന്നതിൽ തടസ്സമില്ലെന്നും കോടതി വ്യക്തമാക്കി. കർശനമായ ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കണമെന്നും തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കരുതെന്നുമുള്ള നിർദ്ദേശങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് 3 കേസുകളിലും ജാമ്യം ലഭിച്ചത് UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയമാണ്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ രാഹുലിന്റെ സാന്നിധ്യം വീണ്ടും സജീവമാകാനുള്ള സാധ്യതയാണ് ഇത് തുറന്നു തരുന്നത്. ഈ ആരോപണങ്ങളെ തുടർച്ചയായി രാഷ്ട്രീയ എതിരാളികൾ ഉപയോഗിച്ചിരുന്നു. എന്നാൽ കോടതിയുടെ ജാമ്യ ഉത്തരവുകൾ രാഷ്ട്രീയ ഗൂഢാലോചനയായാണ് ഈ കേസുകൾക്ക് പിന്നിലെന്ന് കോൺഗ്രസിന്റെ വാദത്തിന് ശക്തി പകരുന്നു. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാലക്കാട് സീറ്റിൽ രാഹുൽ വീണ്ടും മത്സരിക്കുമോ എന്ന ചോദ്യം ഇപ്പോൾ സജീവമാണ്. KSU യൂത്ത് കോൺഗ്രസ് തലപ്പത്ത് ഇരുന്നു കൊണ്ട് പോരാടിയ രാഹുലിന് ഈ കേസുകൾ വലിയൊരു തിരിച്ചടിയായിരുന്നു. എന്നാൽ നിയമ പോരാട്ടത്തിലൂടെ തിരിച്ചു വരുന്നത് അണികൾക്കിടയിൽ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഭരണകക്ഷിയായി CPM-ഉം സർക്കാരും ഈ കേസുകളെ രാഹുലിനെ ഒതുക്കാനുള്ള ആയുധമായി ഉപയോഗിച്ചെന്നത് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. ജാമ്യം ലഭിച്ചതോടെ സർക്കാരിന്റെ വേട്ടയാടൽ രാഷ്ട്രീയത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ UDF തയ്യാറെടുക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ബലാത്സംഗ കേസിലെ കോടതി വിധി ജനാധിപത്യപരമായ സംവാദങ്ങളിൽ നിയമവ്യവസ്ഥയുടെ പ്രാധാന്യം വെളിപ്പെടുത്തുന്നു. ആരോപണങ്ങൾ ആർക്കും ഉന്നയിക്കാമെങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരാളെ കുറ്റവാളിയായി മുദ്രകുത്താൻ കഴിയൂ എന്ന് കോടതി വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. രാഷ്ട്രീയ പകപോക്കലുകൾക്ക് നിയമവ്യവസ്ഥയെ ഉപയോഗിക്കുന്നത് ശരിയല്ലെന്ന സന്ദേശമാണ് ഈ വിധി നൽകുന്നത്. വരും ദിവസങ്ങളിൽ പാലക്കാട്ടെ രാഷ്ട്രീയ വേദികളിൽ രാഹുൽ കൂടുതൽ കരുത്തോടെ പ്രത്യക്ഷപ്പെടുമെന്ന് തന്നെ കരുതാം. പാലക്കാട്ടെ ഹോട്ടലിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെ കേരളം കണ്ടത് സ്ഫോടനാത്മകമായ രാഷ്ട്രീയ പ്രതിഷേധങ്ങളാണ്. പീഡന ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് നേരത്തെ തന്നെ അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നുവെങ്കിലും അറസ്റ്റിന്റെ രീതിയും സമയവും വലിയ വിവാദങ്ങൾക്ക് വഴിമാറി. പ്രധാന പ്രതിഷേധങ്ങൾ എന്നത് രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് CPM-ന്റെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ തെരുവിലിറങ്ങി എന്നതാണ്. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി പരിസരത്തും അദ്ദേഹം ചികിത്സയ്ക്കായി എത്തിയ ആശുപത്രികൾക്ക് മുന്നിലും നൂറുകണക്കിന് DYFI പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇരപിടിയനായ MLA എന്ന് വിളിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങളും ബാനറുകളും പലയിടങ്ങളിലും സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. പാലക്കാട് MLA ഓഫീസിലേക്ക് BJP-യും യുവമോർച്ചയും മഹിളാ മോർച്ചയും പ്രതിഷേധ മാർച്ചുകൾ നടത്തി. ലൈംഗിക ആരോപണം നേരിടുന്ന വ്യക്തിക്ക് MLA ആയി തുടരാൻ അർഹതയില്ലെന്ന് ചൂണ്ടിക്കാട്ടി അവർ നടത്തിയ പ്രതിഷേധത്തിൽ പോലീസുമായി ഉന്തും തള്ളും ഉണ്ടായി. രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും ചില കോൺഗ്രസ് നേതാക്കൾ അറസ്റ്റിനെ രാഷ്ട്രീയ വേട്ടയാടലായി വിശേഷിപ്പിച്ചു. എന്നാൽ K മുരളീധരനെ പോലുള്ള മുതിർന്ന നേതാക്കൾ രാഹുലിന്റെ വ്യക്തിപരമായ പ്രവർത്തികൾക്ക് പാർട്ടി ഉത്തരവാദിയല്ലെന്ന കർശന നിലപാട് സ്വീകരിച്ചു. ഇത് കോൺഗ്രസിനുള്ളിൽ വലിയ തർക്കങ്ങൾക്കും കാരണമായി. സൈബർ ഇടങ്ങളിലും പ്രതിഷേധം ശക്തമായിരുന്നു. രാഹുലിനെ അനുകൂലിക്കുന്നവരും പീഡനത്തിനിരയായ യുവതിക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെടുന്നവരും തമ്മിലുള്ള വാക്കേറ്റം സൈബർ പോരാട്ടമായി മാറി. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി രാഹുലിനെ റിമാൻഡ് ചെയ്തപ്പോഴും മാവേലിക്കര സബ് ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോഴും വഴിനീളെ പ്രതിഷേധക്കാർ തടിച്ചുകൂടിയിരുന്നു. അധികാര ദുർവിനിയോഗം നടത്തിയെന്ന് ആരോപിച്ച് രാഹുലിനെ അയോഗ്യനാക്കണമെന്ന ആവശ്യം നിയമസഭയുൾപ്പെടെ ചർച്ചയാക്കാൻ ഈ പ്രതിഷേധങ്ങൾ കാരണമായിരുന്നു.